ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ ഗണിതത്തിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള അടുക്കളയിലെ രൂപങ്ങൾ എന്ന പാഠമാണ് കേട്ടോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താ മക്കളെ രൂപങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ വൃത്തം, വട്ടം, അതുപോലെ ചതുരം, ദീർഘചതുരം, സമചതുരം, ത്രികോണം തുടങ്ങിയിട്ടുള്ള രൂപങ്ങളെയൊക്കെ നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മയുണ്ടോ? അപ്പോൾ ആ രൂപങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് രൂപങ്ങളാണ് വൃത്തം, ദീർഘചതുരം, ചതുരം, ത്രികോണം, ചതുരം അല്ലെങ്കിൽ സമചതുരം, ത്രികോണം എന്ന് പറയുന്നതൊക്കെ. ഇനി ഇത് കൂടാതെ തന്നെ ഇത് നിങ്ങൾ പഠിച്ച രൂപങ്ങളാണ്. ഇത് കൂടാതെ മറ്റു കുറച്ച് രൂപങ്ങൾ കൂടെയുണ്ട്. നമുക്കത് നോക്കിയാലോ? അതിലൊന്നാമത്തേത് നമ്മുടെ ദീർഘചതുരത്തെ പോലെ തന്നെ ഇരിക്കുന്ന ഈ രൂപത്തെ നമ്മൾ ദീർഘചതുര സ്തംഭം എന്നാണ് പറയുക. എന്താണ് ദീർഘചതുര സ്തംഭം? സ്തംഭം എന്നുകൂടെ കൂട്ടുക. ഓക്കെ. ഇനി സമചതുരമാണെങ്കിലോ നമ്മൾ അതിനെ സമചതുര സ്തംഭം എന്ന് പറയും. ഓക്കെ. പിന്നെ ഈ നമ്മുടെ വൃത്തം പോലെ അല്ലെങ്കിൽ വട്ടം പോലെയുള്ള ഈ രൂപത്തെ നമ്മൾ എന്താ പറയുക? ഗോളം എന്നാണ് പറയുക. ഇതിനെ തന്നെ ഒന്നുകൂടെ പരത്തി നീട്ടിയാൽ ഇത് ഗോളസ്തംഭമായി. പിന്നെ ത്രികോണത്തിന്റെ ഈ രൂപത്തെ നമ്മൾ ത്രികോണം പോലെ ഇരിക്കുന്ന ഈ രൂപത്തെ ത്രികോണത്തിന്റെ ത്രിമാന രൂപമാണ് അല്ലെങ്കിൽ 3D പിക്ചറാണ്. ഇത് എന്താണ് ഇതിന് പറയാ? ത്രികോണ സ്തംഭം എന്നാണ് പറയാ. അപ്പൊ എല്ലാത്തിൻ്റെ അവസാനം ഒരു സ്തംഭം എന്ന് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ മാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇനി പാഠത്തിലെ ഓരോ പ്രവർത്തനങ്ങൾ നോക്കാം. അടുക്കളയിൽ എന്തെല്ലാം സാധനങ്ങളാണ് ഉള്ളത്? അടുക്കളയിൽ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. ഒരുപാട് നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരുപാട് പാത്രങ്ങളും പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ടല്ലേ. അവയെല്ലാം ഒരേ രൂപത്തിലുള്ളതാണോ? അല്ല, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ്. ഗ്ലാസ് പോലെയാണോ പാത്രം? അല്ല. പാത്രങ്ങൾ പോലെയാണോ തവി? അല്ല. അപ്പം എല്ലാം വ്യത്യസ്ത രൂപത്തിലുള്ളതാണ്. ഇനി നോക്കൂ, ഈ രൂപത്തിലുള്ളവയ്ക്ക് ഈ എന്താണ് ഒരു കുത്ത് ഡോട്ട് അടയാളമിടുക. അപ്പോൾ ഈ രൂപം എന്തായിരുന്നു മക്കളെ? നമ്മൾ പറഞ്ഞു ദീർഘചതുര സ്തംഭം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ പിക്ചർ കണ്ടോ മക്കളെ? നമ്മൾ പാഠം തുടങ്ങുന്ന സമയത്തുള്ള പിക്ചർ അതെടുക്കൂ. ഇതിലിതാ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ, അതുപോലെ കബോർഡുകൾ, പിന്നെയോ ഈ ഷെൽഫുകൾ, അതുപോലെ എന്താണ് മുകളിലുള്ള ബീം, ഇതെല്ലാം എന്താണ് മക്കളെ? ഏകദേശം ഈ ദീർഘചതുര സ്തംഭത്തിന്റെ ആകൃതിയാണ് അല്ലേ ഉള്ളത്. ഇനി അടുത്ത രൂപം നോക്കൂ, വൃത്തസ്തംഭമാണല്ലേ. ഇനി വൃത്തസ്തംഭത്തിന്റെ ആകൃതിയിലുള്ള പാത്രങ്ങൾക്ക്, സാധനങ്ങൾക്കൊക്കെ ടിക്ക് അടയാളം, ശരി അടയാളം ഇട്ട് നോക്കണം. അപ്പൊ നമുക്ക് വീണ്ടും ആദ്യത്തെ പേജിലേക്ക് തന്നെ വരാം. ഇതിൽ കണ്ടോ ഫ്ലാസ്ക്, അതുപോലെ മുകളിലുള്ള ജാറ്, ഗ്ലാസ്, ഈ കുട്ടിയുടെ കയ്യിലുള്ള ഗ്ലാസ്, അതുപോലെ ഈ പെൺകുട്ടിയുടെ കയ്യിലുള്ള ഈ ഗ്ലാസ്, പിന്നെ നമ്മുടെ സ്റ്റൂളിന്റെ കാലുകൾ, അതുപോലെ ഈ പൂച്ച കയറിയിരിക്കുന്ന ഒരു പാത്രം കണ്ടോ അത്. ഇതെല്ലാം എന്താണ് മക്കളെ? വൃത്തസ്തംഭത്തിന്റെ അല്ലെങ്കിൽ ഗോളസ്തംഭത്തിന്റെ ആകൃതിയിലാണ് ഉള്ളത്. അടുത്തതായി ത്രികോണ സ്തംഭത്തിന്റെ ആകൃതിയിലുള്ള സാധനങ്ങൾക്ക് എന്ത് ചെയ്യണം? ക്രോസ് അടയാളം അല്ലെങ്കിൽ തെറ്റടയാളം ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് വീണ്ടും ഈ ചിത്രത്തിലേക്ക് തന്നെ വരാം. ഇവിടെ കണ്ടോ മക്കളെ? ഇവിടെ ടിഷ്യൂ അല്ലെ, ടിഷ്യൂ ആണെന്ന് തോന്നുന്നു. അവിടെ ടിഷ്യൂടെ അതുണ്ട്. അതിന് ത്രികോണത്തിന്റെ സ്തംഭത്തിന്റെ ആകൃതിയാണ്. അതുപോലെ ഇവിടെ കബോർഡ് കണ്ടോ? അടുക്കളയിൽ സാധനങ്ങൾ വെക്കുന്ന അവിടെ ത്രികോണ സ്തംഭമാണ്. ഇതിനെല്ലാം നിങ്ങൾക്ക് തെറ്റടയാളം അല്ലെങ്കിൽ ക്രോസ് അടയാളം ഇട്ട് കൊടുക്കാം. ഇനി അതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഈ രൂപങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് പറയാമോ? എന്താണ് ഈ രൂപങ്ങൾ? ഒന്ന് ദീർഘചതുര സ്തംഭവും ഒന്ന് ഗോളസ്തംഭവുമാണ് അല്ലേ. അപ്പൊ ദീർഘചതുര സ്തംഭം എന്ന് പറയുന്നത് ദീർഘചതുരത്തിന്റെ ത്രിമാന രൂപമാണ്. ഗോളസ്തംഭം എന്ന് പറയുന്നത് ഗോളത്തിന്റെ അല്ലെങ്കിൽ വൃത്തത്തിന്റെ ത്രിമാന രൂപമാണ്. പിന്നെ ഇവയുടെ മൂലകൾക്കും അരികുകൾക്കും വശങ്ങൾക്കും എല്ലാം ഉള്ള നമ്പറുകളിൽ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കേണ്ട, നമ്മൾ വലിയ ക്ലാസ്സുകളിൽ അത് പഠിക്കും. അപ്പോൾ വ്യത്യാസമുണ്ട് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അതാ ഒരു എലി. അയ്യോ പാത്രങ്ങൾ.
അപ്പോൾ ഒരു പൂച്ച എലിയുടെ പിന്നാലെ ഓടുകയാണ്. അവര് ആ പാത്രങ്ങളെല്ലാം തട്ടിമറിച്ചിട്ടാണല്ലേ ഓടുന്നത്. അടുക്കളയിലെ പാത്രങ്ങൾ തട്ടിമറിച്ച് പൂച്ച പുറത്തേക്ക് ഓടി. പുറകെ നമിത്തും ഓടി. എലിയും പൂച്ചയും. ഇവിടെ എലിയും പൂച്ചയും, എലിയുടെ പിന്നാലെ പൂച്ചയും ഓടുന്ന ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവർ 3 രൂപങ്ങളിലൂടെയുള്ള ബോക്സിന് ഉള്ളിലൂടെയാണ് ഓടുന്നത്. ആദ്യത്തേത് ഗോളസ്തംഭത്തിന്റെ രൂപത്തിലുള്ള ആകൃതിയിലുള്ള ഒരു ബോക്സിലൂടെയാണ്. പിന്നെ ചതുരസ്തംഭത്തിന്റെ ആകൃതിയിലുള്ള ബോക്സിലൂടെയാണ്. അവസാനം 3-മതായിട്ട് ത്രികോണ സ്തംഭത്തിന്റെ ആകൃതിയിലുള്ള ഒരു ബോക്സിലൂടെയാണ്. പൂച്ചയ്ക്ക് എലിയെ കിട്ടുമോ? അറിയില്ല അല്ലേ. പൂച്ച നുഴഞ്ഞുപോയ ഈ രൂപങ്ങളിലൂടെ നമിത്തും നിഹാരയും കൂട്ടുകാരും നുഴഞ്ഞുപോയി. ഏതിലൂടെ നുഴഞ്ഞു പോകാനാണ് എളുപ്പം? വൃത്തസ്തംഭത്തിലൂടെ അല്ലെങ്കിൽ ഗോളസ്തംഭത്തിന്റെ രൂപത്തിലൂടെ ആയിരിക്കും നുഴഞ്ഞു പോകാൻ എളുപ്പം. അതിനുശേഷം ചതുരസ്തംഭത്തിന്റെ ആകൃതിയിലുള്ളതിലൂടെയും അവസാനമായി ത്രികോണ സ്തംഭത്തിന്റെ ആകൃതിയിലുള്ളതിലൂടെ ആയിരിക്കും നുഴഞ്ഞു പോകാൻ എളുപ്പം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കുക ത്രികോണ സ്തംഭത്തിന്റെ ആകൃതിയിലൂടെ നുഴഞ്ഞു പോകാനായിരിക്കും. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വൃത്തസ്തംഭത്തിന്റെ അല്ലെങ്കിൽ ഗോളസ്തംഭത്തിന്റെ ആകൃതിയിലൂടെ നുഴഞ്ഞു പോകാം. അതുകൊണ്ടാണ് മക്കളെ നിങ്ങൾ പാർക്കിലൊക്കെ റൈഡുകളിൽ കയറുമ്പോൾ അത്തരത്തിലുള്ള ഗോളസ്തംഭത്തിന്റെ ആകൃതിയിലൂടെയുള്ള സ്ലൈഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പാത്രങ്ങൾ അടുക്കി വെക്കാം. നിഹാരയും നമിത്തും പാത്രങ്ങൾ അടുക്കി വെച്ചത് നോക്കൂ. പാത്രങ്ങളും ഗ്ലാസുകളും ജഗ്ഗും ജാറും ഒക്കെ അവര് വേറെ വേറെ ആയിട്ട് അടുക്കി വെക്കുന്നുണ്ടല്ലേ. പലതരം പാത്രങ്ങൾ വീട്ടിലുണ്ടല്ലോ. ഒരേ രൂപത്തിലുള്ളവയെ കൂട്ടങ്ങളാക്കി നോക്കൂ. ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ്. നിങ്ങളുടെ വീട്ടിലുള്ള പാത്രങ്ങളെല്ലാം നോക്കുക, അടുക്കളയിൽ പോയി നോക്കുക. ഒരുപോലെയുള്ള രൂപങ്ങളുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ഓരോ കൂട്ടങ്ങളാക്കി മാറ്റുക. ചിത്രത്തിലെ വസ്തുക്കൾ നോക്കൂ. ഓരോന്നും ഏത് രൂപത്തിലാണുള്ളത്? പാത്രങ്ങൾ വൃത്തത്തിന്റെ രൂപത്തിലാണുള്ളത്. പിന്നെ അതുപോലെ ചതുരത്തിന്റെ രൂപത്തിലാണല്ലേ ഈ ബോക്സുകൾ ഉള്ളത്. പിന്നെ കട്ടിംഗ് ബോർഡോ ദീർഘചതുരത്തിന്റെ ആകൃതിയിലാണ്. ഈ ജാറ് അത് ചെറിയ ജാറാണ്. ജാറുകൾ വൃത്ത രൂപത്തിലാണുള്ളത്. പിന്നെ ഇവിടെ ടിഷ്യൂ ആണെന്ന് തോന്നുന്നു. അത് വിവിധ നിറങ്ങളിൽ കണ്ടോ. അത് ത്രികോണത്തിന്റെ രൂപത്തിലാണ് ഉള്ളത്. ഇനി ഈ ചിത്രങ്ങളിൽ ഏത് രൂപത്തിലുള്ളവയാണ് കൂടുതൽ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദീർഘചതുര ഉള്ളവയുടെ എണ്ണം എത്രയാണ്? ആ കട്ടിംഗ് ബോർഡ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ 1. ത്രികോണ രൂപത്തിലുള്ളവയുടെ എണ്ണം 4. വൃത്തരൂപത്തിലുള്ളവയുടെ എണ്ണം നോക്കൂ. 6 പാത്രങ്ങളും 3 ചെറിയ ജാറും അല്ലേ. ചെറിയ സോസർ പോലെയാണ് അല്ലേ. അപ്പോൾ അത് 8 ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് വൃത്തരൂപത്തിലുള്ളവയാണ്. ഇനി ദീർഘചതുരം, ത്രികോണം, ഈ 2 രൂപവും ചേർന്നുള്ളവ ഉണ്ടോ? ഒരുപാട് രൂപങ്ങൾ ഉണ്ടല്ലേ മക്കളെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപം വരച്ചു കൊടുക്കാം. ഞാനിതാ അവിടെ നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു രൂപം വരയ്ക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. പലഹാരക്കടയിൽ. കളി കഴിഞ്ഞ് അവർ അച്ഛൻ്റെ കടയിലെത്തി. കടയിൽ പലഹാരങ്ങൾ അടുക്കി വെച്ചത് നോക്കൂ. ഒരുപാടുണ്ടല്ലേ മക്കളെ. കേക്ക്, ബിസ്ക്കറ്റ്, ലഡു ഒക്കെ ഉണ്ടല്ലേ. ചതുരസ്തംഭ രൂപത്തിലുള്ള ബിസ്ക്കറ്റ് പാക്കറ്റുകൾ എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8 ഉണ്ട്. ഇനി ഗോളസ്തംഭ രൂപത്തിലുള്ളതോ? 1, 2, 3, 4, 5, 6, 7, 8, 9 ഉണ്ട്. കൊഴുക്കട്ട വച്ചിരിക്കുന്നത് കണ്ടല്ലോ. ചിത്രത്തിൽ 5 കൊഴുക്കട്ട കൂടെ വരച്ചു ചേർക്കൂ. ഞാനിവിടെ വരച്ചു ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആകെ എത്ര കൊഴുക്കട്ടയുണ്ട്? എണ്ണി നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 15 കൊഴുക്കട്ടകൾ ഉണ്ട്. അലമാരയിൽ എത്ര കേക്കുകളുണ്ട്? എണ്ണി നോക്കൂ മക്കളെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 കേക്കുകളാണ് ഉള്ളത്. എത്ര കേക്ക് കൂടി വരച്ചാൽ ഇപ്പോഴുള്ള കൊഴുക്കട്ടയുടെ എണ്ണമാകും? ഇപ്പോൾ ആകെ 15 കൊഴുക്കട്ടകളാണുള്ളത്. 12 കേക്കുകളും ഉണ്ട്. അപ്പോൾ 12 15 ആവാൻ എത്ര കൂടെ വരച്ചു ചേർക്കണം? 13, 14, 15. 3 കേക്കുകൾ കൂടെ വരച്ചു ചേർക്കണം. പല രൂപങ്ങൾ ഉപയോഗിച്ച് നമിത്തും നിഹാരയും വരച്ച ചിത്രങ്ങൾ നോക്കൂ. ഒരുപോലുള്ള രൂപത്തിന് ഒരേ നിറം കൊടുത്ത് ചിത്രം ഭംഗിയാക്കൂ. ഞാൻ വൃത്തത്തിനെല്ലാം പച്ച നിറമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ച സൂര്യനാണെന്ന് വിചാരിക്കരുതേ. ഒരേ രൂപത്തിന് ഒരേ നിറം കൊടുക്കണമെന്നും അവർ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഒരേ നിറം നൽകിയത്. പച്ച സൂര്യനുണ്ടോ? ഇല്ല അല്ലേ. പിന്നെ ത്രികോണങ്ങൾക്കെല്ലാം ഞാൻ ചുവപ്പ് നിറമാണ് നൽകിയത്. ദീർഘചതുരത്തിന് അല്ലെങ്കിൽ ചതുരത്തിനെല്ലാം ഞാൻ മഞ്ഞ നിറമാണ് കൊടുത്തിട്ടുള്ളത്.
ഇതിന് താഴെയായിട്ട് നമുക്കൊരു ചിത്രം കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു കോഴിയുടെ ചിത്രമാണല്ലേ. ഇതും വ്യത്യസ്ത രൂപങ്ങൾ ചേർത്ത് വരച്ചിട്ടുള്ള ചിത്രമാണ്. ഇതിലെ വൃത്തങ്ങൾക്കെല്ലാം ഞാൻ ചുവപ്പ് നിറം നൽകുന്നുണ്ട്, ത്രികോണങ്ങൾക്കെല്ലാം ഞാൻ നീല നിറം നൽകുന്നുണ്ട്. ചതുരങ്ങളൊന്നും തന്നെ ഇല്ല അല്ലേ. കുത്തുകളിലൂടെ വരച്ച രൂപങ്ങൾ. ഓരോ രൂപവും വരയ്ക്കാൻ എത്ര കുത്തുകൾ ചേർത്ത് വരച്ചു എണ്ണമെഴുതൂ. ആദ്യത്തേത് ദീർഘചതുരമാണ്. മക്കളെ കണ്ടോ, എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 കുത്തുകളാണ് എടുത്തത്. രണ്ടാമത്തേത് ത്രികോണമാണ്. 1 2 3 4 കുത്തുകൾ എടുത്തു. അടുത്തത് വൃത്തമാണ്. 1 2 3 4 കുത്തുകളാണ് എടുത്തത്. ഇനി താഴെയും കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. മുകളിലെ ഓരോ രൂപവും എത്ര കുത്തുകൾ ചേർത്താണ് വരച്ചത് എണ്ണമെഴുതൂ. ആദ്യത്തേത് സമചതുരമാണ്. 1 2 3 4 5 6 7 8 9 10 11 12 കുത്തുകളാണ് എടുത്തത്. പിന്നെ രണ്ടാമത്തേത് ത്രികോണമാണ്. 1 2 3 4 5 6 7 8 9 10 11 12, അതും 12 കുത്തുകളാണ് എടുത്തത്. പിന്നെ മൂന്നാമത്തേത് വൃത്തമാണ്. 1 2 3 4 5 6 7 8 കുത്തുകൾ എടുത്തു. ഇനി അതിന് താഴെ ഒരു ചോദ്യം കൂടെ തന്നിട്ടുണ്ട്. ഓരോ രൂപത്തിനകത്തും എത്ര കുത്തുകളുണ്ട് എണ്ണമെഴുതൂ. അകത്തുള്ള കുത്തുകളുടെ എണ്ണമാണ് കേട്ടോ എഴുതേണ്ടത്. സമചതുരത്തിനകത്ത് 1 2 3 4 കുത്തുകളാണുള്ളത്. ത്രികോണത്തിനകത്ത് 1 2 3 4 കുത്തുകളാണുള്ളത്. വൃത്തത്തിനകത്തും 1 2 3 4 കുത്തുകളാണ് ഉള്ളത്. രൂപങ്ങൾ വരയ്ക്കാം. 12 കുത്തുകൾ യോജിപ്പിച്ച് ദീർഘചതുരം. ഈ രൂപം വരച്ചു നോക്കൂ. എങ്ങനെയൊക്കെ വരയ്ക്കാം മക്കളെ? നമുക്ക് കുത്തനെയും വരയ്ക്കാം, വിലങ്ങനെയും വരയ്ക്കാം. 12 കുത്തുകൾ യോജിപ്പിക്കണം എന്നേ ഉള്ളൂ. കുറഞ്ഞത് എത്ര കുത്തുകൾ യോജിപ്പിച്ച് സമചതുരം ഈ രൂപം വരയ്ക്കാം? സമചതുരം വരയ്ക്കാൻ ചുരുങ്ങിയത് 4 കുത്തുകൾ വേണം. അകത്ത് 6 കുത്തുകൾ വരുന്ന രീതിയിൽ ദീർഘചതുരം ഈ രൂപം വരയ്ക്കൂ. ദാ ഞാൻ വരച്ചിട്ടുണ്ട്. അകത്ത് 6 കുത്തുകൾ വരണം. കുത്തുകൾ യോജിപ്പിച്ച് ത്രികോണം ഈ രൂപം വരയ്ക്കുക. അപ്പോൾ എത്ര കുത്തുകൾ യോജിപ്പിച്ചു? ഞാൻ വരച്ച ത്രികോണത്തിൽ 4 കുത്തുകളാണ് യോജിപ്പിച്ചത്. ഈ രൂപം വരയ്ക്കാൻ കുറഞ്ഞത് എത്ര കുത്തുകൾ യോജിപ്പിക്കണം? ഒരു ത്രികോണത്തിന്റെ രൂപമാണ് തന്നിട്ടുള്ളത്. അപ്പൊ അത് ഏറ്റവും ചെറിയ രീതിയിൽ വരയ്ക്കാൻ നമുക്ക് ഏകദേശം 4 കുത്തുകൾ ചുരുങ്ങിയത് വേണം. ഇനി ഈ രൂപത്തിനോ, അത് തന്നെ ത്രികോണമാണ്, അതും മറ്റൊരു ആംഗിളിൽ മറ്റൊരു രീതിക്കാണ് ത്രികോണം വരച്ചിട്ടുള്ളത്. അത് വരയ്ക്കാൻ ചുരുങ്ങിയത് 3 കുത്തുകൾ മതി. നമിത്തുണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ. ഓരോന്നിലുമുള്ള ദീർഘചതുരം, ത്രികോണം, വൃത്തം ഇവയുടെ എണ്ണം ചുവടെയുള്ള രൂപങ്ങൾക്കുള്ളിൽ എഴുതൂ. അപ്പോൾ ഒന്നാമത്തെ ചിത്രം നോക്കൂ. ഒന്നാമത്തെ ചിത്രത്തിലുള്ള ചതുരത്തിന്റെ എണ്ണം 1 ആണ്, ത്രികോണങ്ങളുടെ എണ്ണം 5 ആണ്, വൃത്തത്തിന്റെ എണ്ണം 1 ആണ്. രണ്ടാമത്തെ ചിത്രത്തിലുള്ള ചതുരത്തിന്റെ എണ്ണം 3 ആണ്. പിന്നെയോ ത്രികോണത്തിന്റെ എണ്ണം 4 ആണ്, വൃത്തത്തിന്റെ എണ്ണം 1 ആണ്. മൂന്നാമത്തെ ചിത്രത്തിലുള്ള ചതുരത്തിന്റെ എണ്ണം 1 ആണ്, ത്രികോണത്തിന്റെ എണ്ണം 2 ആണ്, വൃത്തത്തിന്റെ എണ്ണം 3 ആണ്. നാലാമത്തെ ചിത്രത്തിലുള്ള ത്രികോണത്തിന്റെ എണ്ണം 4 ആണ്, വൃത്തത്തിന്റെ എണ്ണം 1 ആണ്. അഞ്ചാമത്തെ ചിത്രത്തിലുള്ള ചതുരത്തിന്റെ എണ്ണം 1 ആണ്, ത്രികോണത്തിന്റെ എണ്ണം 4 ആണ്. അവസാനത്തെ 6ാമത്തെ ചിത്രത്തിലുള്ള ത്രികോണത്തിന്റെ എണ്ണം 4 ആണ്, ചതുരത്തിന്റെ എണ്ണം 1 ആണ്. ഇനി ചതുരം, ത്രികോണം, വൃത്തം എന്നിവ ഉപയോഗിച്ച് ഒരു രൂപം വരയ്ക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപം വരച്ചു കൊടുക്കാം. ഒരുപാട് രൂപങ്ങൾ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഞാൻ വരച്ചിട്ടുള്ളത് ഈ ഒരു രൂപമാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രൂപം തന്നെ വരച്ചു കൊടുക്കാവുന്നതാണ്. നമിത്തു വ്യായാമം ചെയ്യുന്ന ചിത്രം നോക്കൂ. വ്യായാമ ചിത്രങ്ങൾ തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുക. അവയുടെ ചിത്രം വരയ്ക്കുക. അപ്പോൾ തീപ്പെട്ടി കമ്പുകൾ വെച്ചിട്ട് മക്കൾ ഉണ്ടാക്കി നോക്കണം. ഇതിന്റെ ചിത്രം എങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാം? ഒന്നാമത്തേതിന്റെ ചിത്രം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത്തേതിന്റെ ചിത്രം നോക്കൂ. ഇങ്ങനെ വരയ്ക്കാം. മൂന്നാമത്തേത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. റിബൺ ചിത്രങ്ങൾ. കടലാസ് റിബണുകൾ ചേർത്തൊട്ടിച്ച് ഇതുപോലെ വിവിധ ചിത്രങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ചെയ്തു നോക്കാമല്ലോ മക്കളെ. കുറച്ച് റിബൺ ചിത്രങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് ചേർത്ത് തരുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അടുത്ത ചിത്രം വരയ്ക്കാമോ? നമുക്കിവിടെ കുറച്ച് ചിത്ര പാറ്റേണുകളാണ് തന്നിട്ടുള്ളത്. അതിൽ 3 ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് 4ാമത്തെ ചിത്രം എന്തായിരിക്കുമെന്ന് വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് നോക്കൂ. ആദ്യത്തേത് ഒരു ത്രികോണം, പിന്നെ അതിന് മുകളിലായിട്ട് മറ്റൊരു ത്രികോണം, അതിന് അടുത്തായിട്ട് മറ്റൊരു ത്രികോണം മൂന്നാമത്തേത്. 4ാമത്തേത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും അല്ലേ വരുന്നത്.
ഇനി അടുത്തത് നോക്കൂ, ഒരു സമചതുരം, അതിന് ഒരറ്റത്തൊരു മൂലയിലായിട്ട് ഒരു വൃത്തവും അതിൻ്റെ നേരെ എതിരെയുള്ള മൂലയിലായിട്ട് ഒരു ത്രികോണവും. രണ്ടാമത്തേത് നോക്കൂ, വൃത്തത്തിന്റെ സ്ഥാനം മാറി ത്രികോണത്തിന്റെ സ്ഥാനവും മാറി. മൂന്നാമതായി വൃത്തത്തിന്റെ സ്ഥാനം ഇങ്ങോട്ട് മാറി ത്രികോണത്തിന്റെ സ്ഥാനവും മാറി. അപ്പൊ നാലാമത്തെ ചിത്രം എങ്ങനെ വരും? ദാ ഇങ്ങനെയായിരിക്കും വരുന്നത്. പിന്നെ അടുത്തത് നോക്കൂ, ഒരു വൃത്തം, ഒരു ത്രികോണം. ഒരു വൃത്തം, ആദ്യത്തെ വൃത്തം നിറം കൊടുത്തിട്ടുണ്ട്, പിന്നെ ത്രികോണം, പിന്നെ നിറം കൊടുക്കാത്തൊരു വൃത്തം, ഒരു ദീർഘചതുരം. പിന്നെ ആദ്യം ദീർഘചതുരം, പിന്നെ നിറം കൊടുത്തൊരു വൃത്തം, ത്രികോണം, നിറം കൊടുക്കാത്ത വൃത്തം. പിന്നെ അവസാനത്തിലുള്ള നിറം കൊടുക്കാത്ത വൃത്തം ആദ്യം വരുന്നു, ഒരു ദീർഘചതുരം വരുന്നു, നിറം കൊടുത്ത വൃത്തം, ത്രികോണം. അപ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും? അവസാനത്തിലുള്ള ത്രികോണം ആദ്യം, പിന്നെ നിറം കൊടുത്ത വൃത്തം, പിന്നെ ഒരു ദീർഘചതുരം, നിറം കൊടുക്കാത്ത വൃത്തം. ഇങ്ങനെയായിരിക്കും വരുന്നത്. അവസാനത്തെ പാറ്റേൺ നോക്കൂ, ഒരു സമചതുരം, അതിനുള്ളിൽ ത്രികോണത്തിന്റെ സ്ഥാനം മാറ്റി മാറ്റി വരയ്ക്കുന്നു അല്ലേ. അപ്പം ആദ്യത്തേത് ഒരു കൂർത്ത വശം, ത്രികോണത്തിന്റെ കൂർത്ത വശം കൂർത്ത ഭാഗം, കോണ് മുകളിലേക്കാണ്. പിന്നെ അത് ഈ വശത്തേക്കായി, പിന്നെ അത് ഈ വശത്തേക്കായി. അപ്പം നാലാമത്തെ ചിത്രം എങ്ങനെ വരും? ദാ ഇങ്ങനെയാണ് വരുന്നത്. ഐസ്ക്രീം ഒളിച്ചപ്പോൾ. ഇനി നിങ്ങൾക്കൊരു ഐസ്ക്രീമിനെ കുറിച്ചൊരു പാട്ട്, ഐസ്ക്രീം പാട്ട് അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പാടി നോക്കൂ മക്കളെ. ഒരു നാൾ അച്ഛൻ അടുക്കളയിൽ വലിയൊരു വട്ടപാത്രത്തിൽ മധുരം നിറയും വാനില ഐസ്ക്രീം ഞങ്ങൾക്കായി ഒരുക്കിയല്ലോ. അച്ഛൻ അടുക്കള വിട്ടപ്പോൾ ഐസ്ക്രീം പതിയെ ചാടിയിറങ്ങി ചതുരപ്പെട്ടി പാത്രത്തിൽ തക്കം നോക്കിയൊളിച്ചല്ലോ. കുമ്പിൾ പാത്രം കണ്ടപ്പോൾ കയറി ഐസ്ക്രീം അതിലേക്കും, വട്ടപ്പാത്രം കണ്ടൊരു നേരം ഒഴുകിക്കയറി ഒളിച്ചല്ലോ. പാത്രമതേതിൽ ചെന്നാലും ഇത്തിരി നേരം ഇരുന്നെന്നാൽ അതിൻ്റെ രൂപം കൈക്കൊള്ളും അമ്പടാളൊരു കെങ്കേമൻ. ഈ പാട്ട് മക്കൾ നല്ല താളത്തിൽ ചൊല്ലി നോക്കണേ. അപ്പം മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ഒന്നാമത്തെ പാഠത്തിൽ ചെയ്യാനായിട്ടുള്ളത്. രൂപങ്ങളെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. എല്ലാ രൂപങ്ങളും മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഇന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാണ്. അതുപോലെ 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വെക്കാം. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്